അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അന്നം നൽകുന്നവനാണ്. അവനെ ആരും ഊട്ടേണ്ടതില്ല, അവൻ അന്നം നൽകേണ്ടതില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ അസ്സമദാണെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരർത്ഥം അള്ളാഹുക്ക് ഭക്ഷണം ആവശ്യമില്ല, പാനീയ ആവശ്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം ധന്യനായവനാണ്. അപ്പോൾ സലഫുകളിൽപ്പെട്ട പല പണ്ഡിതന്മാരും അസ്സമദ് എന്ന നാമത്തിന് ഭക്ഷണം കഴിക്കാത്ത, പാനീയം ആവശ്യമില്ലാത്ത ശക്തിയും വ്യക്തിയും അവനാകുന്നു അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ളതാണ്. ക്രൈസ്തവർ ഈസ അലൈഹി സ്വലാത്തു വസ്സലാമയെ ഇലാഹായി വാഴ്ത്തി, ആരാധ്യനായി ദൈവമായിട്ട് വാഴ്ത്തി. ആ ക്രൈസ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകിയ മറുപടിയിൽ വിശുദ്ധ ഖുർആനിൽ നമ്മൾ വായിക്കുന്നത് എന്താ? മൽ മസീഹു ഇബ്നു മറിയമ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ വ ഉമ്മുഹു സിദ്ദീഖ കാന യഅകുലാനി ത്വആം. മൽ മസീഹു ഇബ്നു മറിയം, മറിയത്തിൻ്റെ മകൻ മസീഹ് അല്ല, ഇല്ലാ റസൂലുൻ ഒരു ദൂതനല്ലാതെ. ഖദ് ഖലത് മിൻ ഖബ്ലിഹി റുസുൽ, ഈസ അൽ മസീഹ് അലൈഹിസ്സലാം അദ്ദേഹത്തിന് മുമ്പും അള്ളാഹുവിൻ്റെ ദൂതന്മാർ കഴിഞ്ഞു പോയിട്ടുണ്ട്. വ ഉമ്മുഹു സിദ്ദീഖ, അൽ മസീഹ് ഈസയുടെ മാതാവ് മറിയം അവർ സിദ്ദീഖത്തായിരുന്നു. സിദ്ദീഖത്ത് എന്ന് പറഞ്ഞാൽ എന്താ? സിദ്ദീഖത്ത് എന്ന് പറഞ്ഞാൽ അത് നുബുവത്തിൻ്റെയും അതേപോലെ തന്നെ സലാഹിയത്ത് അതിൻ്റെയും ഇടയിലുള്ള ഒരു ദറജയാണ്. അബൂബക്കർ സിദ്ദീഖാണ്, മറിയം സിദ്ദീഖത്താണ്. യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കുറിച്ച് പറഞ്ഞു യൂസുഫ് അയ്യുഹ സിദ്ദീഖ്, അതൊരു പ്രത്യേക പദവിയാണ്. ആ പദവിയിലുള്ളവർ നുബുവത്തിൻ്റെ ദറജയിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ സാലിഹീങ്ങളുടെ ദറജയിലോട്ടല്ല താനും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞു വമൻ യുതിഇല്ലാഹ വർ-റസൂൽ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അള്ളാഹുവേയും അള്ളാഹുവിൻ്റെ റസൂലിനെയും അനുസരിച്ച് ജീവിക്കുന്നവർ അവർ ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, അള്ളാഹു അനുഗ്രഹം അരുളിയവരുടെ കൂടെയാണ്. അവരാരാണ് അള്ളാഹു അനുഗ്രഹം അരുളിയവർ? മിനൻ നബിയ്യീൻ, നബിമാരാണ്. വസിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളാണ്. വശുഹദ, ശുഹദാക്കളാണ്. വസ്സാലിഹീൻ, സാലിഹീങ്ങളാണ്. അപ്പോൾ 4 കൂട്ടരെ എണ്ണി: നബിമാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ. അപ്പോൾ സാലിഹീങ്ങളുടെയും ശുഹദാക്കളുടെയും പദവിക്ക് മീതെ നബിമാരുടെ പദവിക്ക് താഴെ ഒരു പദവിയുണ്ട്, അതാണ് സിദ്ദീഖീങ്ങളുടെ പദവി. അബൂബക്കർ സിദ്ദീഖ്, അതേപോലെ തന്നെ മറിയം അലൈഹി സ്വലാത്തു വസ്സലാം, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. യൂസുഫ് നബി നബിയാണ്, അതോടൊപ്പം അദ്ദേഹത്തിന് അസിദ്ദീഖ് എന്നുള്ള വിശേഷണം കൂടി പറയപ്പെട്ടിട്ടുണ്ട്. ഇവിടെ മറിയമ്മനെ കുറിച്ച് അള്ളാഹു പറഞ്ഞു ഉമ്മുഹു സിദ്ദീഖ. എന്നിട്ട് ഇവരുടെ ഉലൂഹിയത്തിനെ ജൽപ്പിക്കുന്ന ക്രൈസ്തവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകുന്ന മറുപടി അവരെങ്ങനെ ഇലാഹുകളാകും? കാനായ കുലാനി തആം, അവർ 2 പേരും ഭക്ഷണം കഴിക്കാറുണ്ടായിരുന്നു എന്നാണ്. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവൻ ആരാവൂല? ഇലാഹാകൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന് ഭക്ഷണം ആവശ്യമില്ല, പാനീയ ആവശ്യമില്ല, അള്ളാഹു ധന്യനാണ്. അതാണ് അള്ളാഹുവിന് അസ്സമദ് എന്ന പേര് അർത്ഥമാക്കുന്നത് എന്നാണ് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്. ഇതേപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആലാക്ക് അസ്സമദ് എന്ന പേരിൻ്റെ അർത്ഥം അല്ലദീ ലം യലിദ് വലം യൂലദ്. അള്ളാഹു അസ്സമദാണ്, അവൻ ലം യലിദ്, ആരെയും ജനിപ്പിച്ചിട്ടില്ല, വലം യൂലദ്, അവൻ മറ്റൊരാളാൽ ജനിക്കപ്പെട്ടവനുമല്ല എന്നുള്ളതാണ്. ആ വിഷയത്തിലൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. അതെന്താ? ഇമാം ബുഖാരി അബൂ ഹുറൈറയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞതായിട്ട് റസൂലുള്ളാഹി പറയാണ്, കദ്ദബനി ഇബ്നു ആദം വലം യകുൽ ലഹു ദാലിക്. ആദമിൻ്റെ പുത്രൻ മനുഷ്യൻ എന്നെ കളവാക്കുന്നു, അവനത് പാടുള്ളതല്ല. വശതമനി വലം യകുൽ ലഹു ദാലിക്, മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുന്നു, അത് മനുഷ്യനും പാടുള്ളതല്ല. എന്നിട്ട് അള്ളാഹു പറയാണ് ഫഅമ്മാ തക്ദീബുഹു ഇയ്യായി, എങ്ങനെയാണ് അവൻ എന്നെ കളവാക്കുന്നത്? ഫഖൗലുഹു, അള്ളാഹു മനുഷ്യൻ പറയാണ് ലൻ യുഈദനി കമാ ബദഅനി, അള്ളാഹു എന്നെ സൃഷ്ടിച്ചു, അതേപോലെ എന്നെ പുനഃസൃഷ്ടി നടത്തുവാൻ അള്ളാഹ്ക്ക് സാധിക്കൂല.
വലൈസ അവ്വലുൽ ഖൽഖി ബി അഹ്വന അലയ്യ മിൻ ഇയാദതിഹി. അള്ളാഹ് പറയാണ്, ആദ്യ തവണ സൃഷ്ടിച്ചു അള്ളാഹു, അതിനേക്കാൾ എളുപ്പമാണ് പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത്. ഇല്ലായ്മയിൽ നിന്ന് പടച്ചവൻ അള്ളാഹുവിന് ഉള്ളതിനെ പുനഃസൃഷ്ടി നടത്തുക എന്നുള്ളത് എളുപ്പമാണ്. പക്ഷേ പല ആളുകളും പറയുന്നത് അള്ളാഹ്ക്ക് പുനഃസൃഷ്ടി നടത്താൻ കഴിയൂല എന്നാണ്. അതാണ് അവർ എന്നെ കളവാക്കലി എന്ന് അള്ളാഹു പറഞ്ഞിട്ട് പിന്നെ പറയാണ് എന്ത്, വഅമ്മ ശത്മുഹു ഇയായി, മനുഷ്യൻ എങ്ങനെയാണ് എന്നെ ആക്ഷേപിക്കുന്നത്, ഫഖൗലുഹു, മനുഷ്യന്മാരിൽ ചിലർ മനുഷ്യൻ പറയുന്നത് ഇത്തഖദല്ലാഹു വലദ, അള്ളാഹു സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു, അള്ളാഹ്ക്ക് സന്തതിയുണ്ട്. ഈസാ നബിയെക്കുറിച്ച് ക്രൈസ്തവർ പറഞ്ഞു ഈസാ നബി അള്ളാഹിൻ്റെ പുത്രനാണ്. ഉസൈർ നബിയെക്കുറിച്ച്, എസ്രാ പ്രവാചകനെക്കുറിച്ച് ജൂതരി പറഞ്ഞു അള്ളാഹുവിൻ്റെ പുത്രനാണ്. മലക്കുകളെക്കുറിച്ച് മുശ്രിക്കുകൾ പറഞ്ഞു അള്ളാഹുവിൻ്റെ പെൺമക്കളാണ് മലക്കുകൾ. ഇതാണ് അള്ളാഹു പറയുന്നത്, മനുഷ്യൻ എന്നെ ആക്ഷേപിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു പറയാണ് വഅനൽ അഹദു സമദ്, ഞാനാകുന്നു അൽ അഹദ് അസ്സമദ്. എന്നിട്ട് അള്ളാഹു പറയാണ് ലം അലിദ് വലം ഊലദ് വലം യകുല്ലി കുഫുവൻ അഹദ്. ലം അലിദ്, ഞാൻ ഒരാൾക്ക് ജന്മം നൽകിയിട്ടില്ല, വലം ഊലദ്, മറ്റൊരാളാൽ ഞാൻ ജനിക്കപ്പെട്ടവനുമല്ല, വലം യകുല്ലി കുഫുവൻ അഹദ്, എനിക്ക് തുല്യമായിട്ട് ആരുമില്ല എന്ന്. അപ്പോൾ ഇവിടെ അസ്സമദിനെ കുറിച്ച് അള്ളാഹു പറയുന്നത് അള്ളാഹു ആർക്കും ജന്മം നൽകിയിട്ടില്ല, അള്ളാഹു മറ്റൊരാളാൽ ജനിക്കപ്പെട്ടവനുമല്ല, അള്ളാഹ്ക്ക് തുല്യമായിട്ട് ആരുമില്ല എന്നാണ്. അത് സമദിൻ്റെ ഉദ്ദേശവും തേട്ടവുമായിട്ട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. സമദ് എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥമാക്കുന്നത് എന്നുള്ളത്.